എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സിബി ജേക്കബ് സാർ, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, മറ്റ് നേതാക്കന്മാരെ, എഡ്യൂക്കേറ്റേഴ്സ് പറഞ്ഞൊരു വാചകമാണ്, ഒരു സ്വതന്ത്ര സമൂഹത്തില്, ഒരു സ്വതന്ത്ര രാജ്യത്തില് എല്ലാ ജനങ്ങളും, എല്ലാ വ്യക്തികളും രാഷ്ട്രീയ ബോധമുള്ളവരായിരിക്കണം, രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ളവരായിരിക്കണം, അതിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. മതവും മതഭ്രാന്തും സർവ ഏകാധിപത്യവും അങ്ങേയറ്റം അരങ്ങേറിയിരിക്കുന്ന ഈ വർത്തമാന കാലത്ത് ഇത് സംഭവിക്കാൻ കാരണമായത് അപജയത്തിന് വിധേയരായ നേതാക്കന്മാരും പാർട്ടികളും ജാഗ്രതയില്ലാത്ത മനുഷ്യരും. ഇവിടെ ഇപ്പൊ ഇരിക്കുന്നവര് ജാഗ്രതയുള്ളവരാണ്, ബൗദ്ധികതയുള്ളവരാണ്, ബോധമുള്ളവരാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ, എനിക്കറിയാം കുഞ്ഞാറിലെ ജനങ്ങളെ, ഇവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ ഘടകം പിരിച്ചുവിട്ട സമയത്ത് പോലും ഇവിടെ ഒരു ബൈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ അതിൽ പങ്കെടുക്കുവാനും അതിനെ ഒരു പരിധിവരെ വിജയിപ്പിക്കുവാനും പ്രവർത്തകരെ കൂടെ നിർത്തുവാനും ഒക്കെ ഉണ്ടായിരുന്ന പലരും, പരിചയമുള്ള പല മുഖങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ കുഞ്ഞാറിനെ പറ്റി ഒരു സന്ദേഹവും വേണ്ട. നമുക്കറിയാം കുഞ്ഞാറിലെ പലരും കേരളത്തിലുടനീളം നമ്മുടെ കൂടെ ഇന്നലെ വരെ സഹയാത്രികരായിരുന്ന നമ്മുടെ പാർട്ടി വോളണ്ടിയേഴ്സും മറ്റെന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ച് ദൃഢതയില്ലാതെ, നിലപാടുകളില്ലാതെ, സത്യസന്ധതയില്ലാതെ, വാക്കുപാലിക്കാതെ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയപ്പോഴും പോകാതെ ആശയങ്ങളിൽ അധിഷ്ഠിതമായി രാവിലെ മുതൽ പകൽ അന്ത്യോളം മുഴുവൻ സമയവും വെയിലുകൊണ്ട് ഇന്നീ നേരം വരെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വേണ്ട, ക്വാണ്ടിറ്റിയിലല്ല നമുക്ക് ആളെ ആവശ്യം, ക്വാളിറ്റിയിലാണ്. ഇത്ര വർഷം ജനാധിപത്യ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു സേവനം ജനങ്ങൾക്ക് കിട്ടാത്തത്, ഒരു സുഖമുള്ള ടെൻഷനില്ലാത്ത ഒരു ജീവിതം കിട്ടാത്തത്? കാരണം നേതാക്കന്മാരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ കാര്യത്തിരിഞ്ഞി അധികാരത്തിലേറുന്നവരാണ് ഏറെ പേരും. അവരെ അനുസരിക്കുന്നവരെ മാത്രം മുമ്പോട്ട് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അവരെ കാൻഡിഡേറ്റ്സ് ആക്കുന്ന ഒരു സമ്പ്രദായം, നിലപാടുള്ളവരെ, ധൈര്യമുള്ളവരെ ചോദ്യം ചെയ്യുന്നവരെ മാറ്റി നിർത്തുകയും പാദസേവ ചെയ്യുന്നവരെ കാൻഡിഡേറ്റ്സ് ആക്കി മുമ്പോട്ട് കൊണ്ടുപോയി നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ് 75 വർഷമായിട്ടും ജനഹിതം അറിയാത്തത്. ആം ആദ്മി പാർട്ടിക്ക് അങ്ങനെ ഒരു അപജയം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Celine Madam.